No one is the greatest. Round the big number in each row. ഓരോ വരിയിലെയും വലിയ നമ്പർ റൗണ്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് റോ നോക്കൂ. 23, 32, 26, 34, 17, 24. ഏതാണ് ബിഗ് നമ്പർ? 34 അല്ലേ? റൗണ്ട് ചെയ്യാം. നെക്സ്റ്റ് റോ നോക്കാം. 53, 13, 36, 27, 18, 63. 63 അല്ലേ ബിഗ് നമ്പർ? റൗണ്ട് ചെയ്യാം. നെക്സ്റ്റ് റോ നോക്കാം. 57, 48, 58, 47, 62, 43. 62 ആണല്ലോ ബിഗ് നമ്പർ. റൗണ്ട് ചെയ്യാം. നെക്സ്റ്റ് റോയില് 65, 73, 28, 61, 54, 49. 73 റൗണ്ട് ചെയ്യാം. ലാസ്റ്റ് റോയില് 25, 20, 31, 42, 39, 48. 48 അല്ലേ ബിഗ് നമ്പർ? റൗണ്ട് ചെയ്യാം. റൈറ്റ് ദ ലാർജർ നമ്പർ ഇൻ ഈച്ച് റോ. ഓരോ റോയിലെയും ലാർജർ നമ്പർ ബിഗ് നമ്പർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് റോയില് ഏതാണ്? 34 അല്ലേ? 34. സെക്കൻഡ് റോയില് 63, നെക്സ്റ്റില് 62, then 73, then 48. അങ്ങനെ എഴുതാം. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ദ ബോക്സ്? ഈ ബോക്സിലെ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 34, 63, 62, 73, 48. ഇതിലെ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 73 ആണ്. 73 എന്ന് എഴുതാം. ഇനി എന്താണ് 73 പറയുന്നത്? ഐ ആം ദ ലാർജസ്റ്റ്. ഞാനാണ് ഏറ്റവും വലുത് എന്ന് പറയുകയാണ് അല്ലേ? അപ്പൊ അവിടെ നോക്കൂ. 75 പറയാണ് ഐ ആം ലാർജർ ദാൻ യു. ഞാൻ നിന്നേക്കാളും വലുതാണ് അല്ലേ? 73 കാട്ടിലും വലുതല്ലേ 75? I am 9. I am smaller than you. I am the largest of one-digit numbers. I am made when 9 ones are added. I am 3 threes together. I am larger than 8. I am the sum of 5 and 4. 2 4s and 1 make me. If 1 is gone from 10, then I am the answer. Do I need to say anything more? ഇവിടെ 9 പറയുകയാണ്. എന്താണ്? I am 9. I am smaller than you. നിന്നേക്കാൾ ചെറുതാണ് എന്ന് പറയുകയാണ് അല്ലേ? അപ്പൊ 9നും മേലുള്ള നമ്പേഴ്സിനോടായിരിക്കും നിന്നേക്കാൾ ചെറുത്. 10 ആവാം, 11 ആവാം, 12 ആവാം അല്ലേ? ഐ ആം സ്മോളർ ദാൻ യു എന്ന് പറയാണ്. ദെൻ ഐ ആം ദ ലാർജസ്റ്റ് ഓഫ് വൺ ഡിജിറ്റ് നമ്പേഴ്സ്. വൺ ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരക്ക സംഖ്യകൾ. അതിലെ ഏറ്റവും വലിയവനാണ് എന്ന് പറയാണ്. 9 അല്ലേ ഒരക്ക സംഖ്യകളിൽ ഏറ്റവും വലിയ നമ്പർ? 1 തൊട്ടിട്ട് 9 വരെയാണ് വൺ ഡിജിറ്റ് നമ്പർ. അതിലെ വൺ ഡിജിറ്റ് നമ്പറിലെ ഏറ്റവും വലിയ നമ്പർ ഏതാ? 9 ആണ്. ഐ ആം മെയ്ഡ് വെൻ 9 വൺസ് ആർ ആഡഡ്. എന്താണ്? 9 ഒന്നുകള് കൂടിയാല് ഞാനാവും എന്ന് പറയാണ് അല്ലെ? 9 വൺസ് ആഡ് ചെയ്താല് 9 അല്ലേ? ദെൻ ഐ ആം 3 threes together. 3 ചേർന്നാല് ഞാനാണ്. 3 + 3 + 3 ആഡ് ചെയ്ത് നോക്കൂ. 3 + 3 എത്രയാ വരിക? 6. 6 + 3 9 അല്ലേ? അങ്ങനെ 3 threes together എന്താണ്? 9 ആണ്. ഐ ആം ലാർജർ ദാൻ 8. 8നേക്കാൾ വലിയവനല്ലേ 9? ഐ ആം ദ സം ഓഫ് 5 and 4. 5ഉം 4ഉം കൂട്ടിയാല് 9 അല്ലേ? Then 2 4s and 1 make me. 2 4കളും ഒന്നും കൂടി ചേർന്നാല് 9 ആവൂലോ. Then if 1 is gone from 10, then I am the answer. 10ൽ നിന്ന് 1 പോയാല് ഞാനാവും എന്ന് പറയണം. 9 അല്ലേ? 10ൽ നിന്ന് 1 കുറച്ചാല് 9 ആവൂലോ. Do I need to say anything more? ഇനിയും എന്നെ കുറിച്ച് പറയണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവിടെ 10 എന്താ പറയണ? I am the largest എന്ന് പറയണ. ഏറ്റവും വലുത് ഞാനാണ് എന്ന് പറയാണ്. ആ തന്നിരിക്കുന്ന നമ്പറിലെ ഏറ്റവും വലിയ നമ്പർ 10 അല്ലേ? നെക്സ്റ്റ് സ്മോൾ ആൻഡ് ലാർജ്. സി ദ നമ്പർ കാർഡ്സ്. ഇവിടെ നമുക്ക് കുറെ നമ്പർ കാർഡ്സ് തന്നിട്ടുണ്ട്. അതൊക്കെ നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെയാണ്? 45, 8, 16, 23, 3, 48, 27, 19, 31. Now write the answers to the questions given below. ചോട്ടിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്താൻ പറഞ്ഞിട്ടുണ്ട്. ദ സ്മോളസ്റ്റ് നമ്പർ. ഈ തന്നിരിക്കുന്ന നമ്പർ കാർഡ്സിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 3 അല്ലേ? 3 എന്ന ബോക്സിൽ എഴുതാം. ദ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 48 ആണ്. 48 എന്ന ബോക്സിൽ എഴുതുക. നമ്പർ സ്മോളർ ദാൻ 20. 20നേയും കാട്ടിലും ചെറിയ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3 ഉണ്ട്, 8 ഉണ്ട്, 16 ഉണ്ട്, 19 ഉണ്ട്. ദെൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 30 ആൻഡ് 40. 30യുടെയും 40യുടെയും ഇടയിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 31 അല്ലേ ഉള്ളൂ. 30യുടെയും 40യുടെയും ഇടയിലുള്ള നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 31. 31നേയും കാട്ടിലും വലിയ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 45ഉം 48ഉം. Then write the numbers from the smallest to the largest. ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. 3, 8, 16, 19,
23, 27, 31, 45, 48. Add 1 and say the number. ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്പർ പറയാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് എത്രയാ? 9 ആണ്. 9ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 10 കിട്ടും, തന്നിട്ടുണ്ട്. ദെൻ 19 ആണ്. 19ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 20 എന്ന് എഴുതുക. ദെൻ 29ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 30 എന്ന് എഴുതുക. 39ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 40. ദെൻ 49ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 50. 59ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 60. 69ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 70. 79ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 80. 89ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 90. 99ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 100. Write the above numbers in order. മുകളിലുള്ള നമ്പേഴ്സ് എല്ലാം ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. 10, 20, 30, 40, 50, 60, 70, 80, 90, 100 അങ്ങനെ എഴുതുക. Find the answer using calculator. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഉത്തരങ്ങൾ 12 + 3 എത്രയാ വരിക? 15 അല്ലേ? 9 + 11 20. 15 + 4 19. 7 + 13 20. 16 + 2 18. ദെൻ നമുക്ക് അവിടെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ തന്നിട്ടുണ്ട് 19 എന്ന്. ഒന്നില്ലെങ്കിൽ 18 + 1 19 ആണ്, അല്ലെങ്കിൽ നമുക്ക് 17 + 2 19 ആണ്. 16 ആണെങ്കിൽ 16 + 3 19. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എഴുതാം. നെക്സ്റ്റ് ഫൈൻഡ് ആൻഡ് സർക്കിൾ ദ നമ്പർ സ്മോളർ ദാൻ 65. തന്നിരിക്കുന്ന നമ്പറിൽ എന്താണ് 65നേയും കാട്ടിലും ചെറിയ നമ്പർ സർക്കിൾ ചെയ്യുക കേട്ടോ. 73 ആണോ 84, 63, 92 ഏതാണ്? 63 അല്ലേ? സർക്കിൾ വരയ്ക്കുക. നമ്പർ ബിറ്റ്വീൻ 25 ആൻഡ് 35. 25ന്റെയും 35ന്റെയും ഇടയിലുള്ള നമ്പർ 24, 29, 38, 22, 36 തന്നിട്ടുണ്ട് അല്ലേ? 29 അല്ലേ വരിക? സർക്കിൾ ചെയ്യുക 29. ദ നമ്പർ ലാർജർ ദാൻ 45. 45നേയും കാട്ടിലും വലിയ നമ്പർ 44 ആണോ 42 ആണോ 54 ആണോ 36 ആണോ 40 ആണോ? 54 അല്ലേ? സർക്കിൾ ചെയ്യുക. നമ്പർ ഗോട്ട് ബൈ ആഡിങ് 20 ആൻഡ് 20. 20യും 20യും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ എത്രയാ? നമുക്കറിയാലോ 40 അല്ലേ? 40 സർക്കിൾ ചെയ്യുക. ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ദ ഗ്രൂപ്പ്. തന്നിരിക്കുന്ന ഗ്രൂപ്പിലെ ഏറ്റവും വലിയ നമ്പർ 86, 68, 88, 63, 82. ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 88 അല്ലേ? സർക്കിൾ ചെയ്യുക. നമ്പർ ഗോട്ട് ബൈ ആഡിങ് 40 ആൻഡ് 6. 40യും 6ഉം കൂടിയും കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ എത്രയാ വരിക? 46 അല്ലേ? 46 സർക്കിൾ ചെയ്യുക. നെക്സ്റ്റ് നമ്പർ ഗാർലാൻഡ്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. വിട്ടുപോയ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്പർ തന്നിട്ടില്ല. നെക്സ്റ്റ് 16, 17, 18 എന്ന് തന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്പർ 22 എന്നും തന്നിട്ടുണ്ട്. വിട്ടുപോയ നമ്പേഴ്സ് എഴുതാലോ. ഫസ്റ്റ് എന്താ വരിക? 16ന്റെ തൊട്ട് മുന്നത്തെ നമ്പർ 15, 16, 17, 18, then 19, 20, 21, 22 ഇവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കൂ, ഇവിടെ നമുക്ക് ഫസ്റ്റ് 2 നമ്പേഴ്സ് തന്നിട്ടില്ല. പിന്നെ 33, 32, then ലാസ്റ്റ് നമ്പർ 28 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ കുറഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ? അപ്പൊ 33, 32 എന്ന് പറയുമ്പോൾ 1 വെച്ചിട്ട് കുറയാണ്. 32ൽ നിന്ന് 1 കുറഞ്ഞാൽ 31, then 30, പിന്നെ എന്താ വരിക? 29, പിന്നെ 28. ഇനി 33ക്ക് മുമ്പിൽ 2 നമ്പേഴ്സ് മിസ്സിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ 33ന്റെ കൂടെ 1 ആഡ് ചെയ്യണം അല്ലേ? 34 അല്ലേ വരിക? ഡിസെൻഡിങ് ഓർഡറിലല്ലേ തന്നിരിക്കുന്നത്. ദെൻ 34ന്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് എഴുതുക. അപ്പൊ എത്രയാ വരിക? 35. അപ്പൊ എങ്ങനെയാ വരിക? 35, 34, 33, 32, 31, 30, 29, 28. ദെൻ നെക്സ്റ്റ് നോക്കൂ, 10, 12 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് നമുക്ക് 20, 22 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാ വരിക? 2 വെച്ചിട്ടാണ് കൂടുന്നത് അല്ലേ? അപ്പൊ 10 + 2 12. 12ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ എത്രയാ വരിക? 40. 40ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ 16. 16ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ 18. 18ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ 20. 20ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ 22. 22ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ 24. അടുത്തത് നോക്കൂ, 13, 11, 9, 7. ഇവിടെ നോക്കൂ, എത്ര വെച്ചിട്ടാണ് കുറയുന്നത്? 2 വെച്ചിട്ടാണ് കുറയുന്നത് അല്ലേ? അപ്പൊ 13ന്റെ മുന്നേ എത്ര എങ്ങനെ വരിക? 13ന്റെ കൂടെ 2 ആഡ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട് അല്ലേ? 13 + 2 എത്രയാ വരിക? 15 അല്ലേ? ദെൻ 15, 13, 11, 9, 7. 7ൽ നിന്ന് 2 കുറഞ്ഞാൽ എത്രയാ വരിക? 5. ദെൻ 5ൽ നിന്ന് 2 കുറഞ്ഞാൽ 3. 3ൽ നിന്ന് 2 കുറഞ്ഞാൽ 1. നെക്സ്റ്റ് നോക്കൂ, 35 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലും എഴുതാം കേട്ടോ. അപ്പൊ നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് എഴുതണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതും? 32, 33, 34, പിന്നെ 35 തന്നിട്ടുണ്ട്. 36, 37, 38, 39 അങ്ങനെ ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാണ് എഴുതണമെന്നുണ്ടെങ്കിൽ 35ന് മുന്നേ അപ്പൊ എങ്ങനെയാ ചെയ്യുക? നമ്മൾ 35ന്റെ കൂടെ
1 ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. 36, ദെൻ 36ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 37, 37ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 38. പിന്നെ 35ന് ശേഷം നമ്മൾ എങ്ങനെയാ എഴുതുക? 35ൽ നിന്ന് 1 കുറച്ച് 34, 33, ദെൻ 32, ദെൻ 31 അങ്ങനെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ബബിൾ ഷൂട്ട്. 5 ലൈൻസ് ആർ ഡ്രോൺ ഫ്രം 50. 50ൽ നിന്ന് 5 ലൈൻസ് വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കണ്ടില്ലേ നിങ്ങൾ? ക്യാൻ യു ഡ്രോ ലൈൻസ് ലൈക്ക് ദിസ് ഫോർ അതർ നമ്പേഴ്സ്? ബാക്കിയുള്ള നമ്പേഴ്സ് ഇതുപോലെ ലൈൻ വരയ്ക്കാൻ കഴിയോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അല്ലേ? ദെൻ ഓൺലി 1 ലൈൻ ടു ഈച്ച് ബബിൾ. ഓരോ ബബിളിലേക്കും ഒരു ലൈൻ മാത്രമേ പാടുള്ളൂ. ലൈൻസ് ഷുഡ് നോട്ട് ടച്ച് വൺ അനദർ. ലൈൻസുകൾ ഒരിക്കലും കൂട്ടിമുട്ടരുത്. ഹൗ മെനി ലൈൻസ് വിൽ യു ഡ്രോ ഫ്രം 90? 90യിൽ നിന്ന് എത്ര ലൈൻസ് നിങ്ങൾ വരയ്ക്കും എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. സെക്കൻഡ് നമ്പർ നമ്മൾ നോക്കൂ, 30 ആണ് അല്ലേ? ഇവിടെ 50 എന്ന് പറയുമ്പോൾ അതിൽ എത്ര ലൈൻസ് അവർ വരച്ചിരിക്കുന്നത്? 5 ലൈൻസ് അല്ലേ? 10ലോട്ടല്ലേ വരച്ചിരിക്കുന്നത്? ബബിൾസിലൊക്കെ കണ്ടോ 10 10 10 എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? 5 10s ആണല്ലോ 50. അതുപോലെയാണല്ലേ ലൈൻസ് വരയ്ക്കേണ്ടത്. അപ്പൊ 30ക്ക് എത്ര 10s വേണം? 3 10s വേണ്ടേ? അപ്പൊ നമ്മൾ 3 ലൈൻസ് ഓരോ 10ലോട്ടും വരയ്ക്കണം. ഓക്കെ. നെക്സ്റ്റ് 80 ആവുമ്പോഴോ 8 ലൈൻസ് 8 10സിലേക്ക് വരയ്ക്കണം. ദെൻ 20യില് 2 10s ആണ്. അപ്പൊ 2 10സിലേക്ക് 2 ലൈൻസ് വരച്ചു കൊടുക്കുക. ദെൻ 40ക്ക് 4 10s ആണ്. 4 ലൈൻസ് 10ലോട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി 90ക്ക് എത്ര ലൈൻസ് നിങ്ങൾ വരയ്ക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? എത്ര വരയ്ക്കും? 9 ലൈൻസ് വരയ്ക്കുമല്ലോ. 9 ലൈൻസ് എന്ന് എഴുതുക. 9 10s വേണ്ടേ 90 ആവാനായിട്ട്? അടുത്തത് ജോയിൻ ആൻഡ് കളർ. ജോയിൻ ദ ഡോട്ട്സ് ഇൻ ഓർഡർ, കളർ ദ പിക്ചർ യു ഗെറ്റ്. അതായത് ഇവിടെ കുത്തുകൾ കൊടുത്തിട്ടില്ലേ, അത് ഓർഡറിൽ വരച്ച് യോജിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പിക്ചേഴ്സിന് കളർ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നോക്കൂ, 10 ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഓർഡറിൽ ഡോട്ട്സ് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ 10 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടേക്കാ വരയ്ക്കുക? 20, 20 കഴിഞ്ഞാൽ 30, 30 കഴിഞ്ഞാൽ 40, 40 കഴിഞ്ഞാൽ 50, ദെൻ 60, 70, 80, 90, 100. ഇങ്ങനെയല്ലേ വരച്ചത് നിങ്ങൾ? അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? കങ്കാരു ആണ് അല്ലേ? അടുത്ത് നോക്കൂ, എങ്ങനെയാ വരിക? 39, പിന്നെ ഏതാ വരിക? 49, ദെൻ 59, ദെൻ 69, ദെൻ 79. ഇവിടെയൊക്കെ 10 10 10 വെച്ചിട്ടാണല്ലോ കൂടിയിരിക്കുന്നത്. അതൊന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. 39ന്റെ കൂടെ 10 വന്നാൽ 49, 49ന്റെ കൂടെ 10 വന്നാൽ 59, ദെൻ 59ന്റെ കൂടെ 10 വന്നാൽ 69, 69ന്റെ കൂടെ 10 വന്നാൽ 79. ദെൻ നെക്സ്റ്റ് നോക്കൂ, 51, ദെൻ 61 വരും, ദെൻ 71, ദെൻ 81, ദെൻ 91. ഇവിടെയും 10 10 വെച്ചിട്ടാണല്ലേ കൂടിയിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് നമ്പേഴ്സ്. 59ന്റെ കൂടെ 10 ആഡ് ചെയ്താൽ 61, ദെൻ 61ന്റെ കൂടെ 10 ആഡ് ചെയ്താൽ 71, 71ന്റെ കൂടെ 10 ആഡ് ചെയ്താൽ 81, 81ന്റെ കൂടെ 10 ആഡ് ചെയ്താൽ 91. ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം.